പക്ഷേ ദാറ്റ്സ് എ മിസ്സിംഗ് തിങ് ദാറ്റ് ഐ ഫൗണ്ട്. ഇവിടെ വേണമെങ്കിൽ നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിപ്ലവം. ഇതൊരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ആണ്, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് വറീഡ് ആവേണ്ട. ഇറ്റ്സ് സെഗ്മെന്റിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പിന്നെ ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താന്ന് പറഞ്ഞാൽ ഈ ടൊമഹാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എന്നും വളരെയധികം വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ബ്രാൻഡാണ് നമ്മുടെ MG എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈമായിട്ട് ഇൻ്റർനെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു SUV അവർ ലോഞ്ച് ചെയ്തു. അവരാണ് ADAS ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഇപ്പം അപ്പോൾ റീസെൻ്റ്ലി ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അവരാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വീക്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അവർ വളരെയധികം ന്യൂ ആയിട്ടുള്ള പുതിയൊരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരുന്നു, MG അഡാപ്റ്റ് എന്ന് പറയുന്നത്. അതായത് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിൻ ഉണ്ട് അതിൻ്റെ അകത്ത്, പുതിയൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് യൂണിറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഈ മൂന്നും കൂടെ ചേർന്നിട്ടുള്ള ഒരു പുതിയൊരു പ്ലാറ്റ്ഫോമിലുള്ള അവരുടെ ഫസ്റ്റ് വെഹിക്കിളാണ് ഇന്ന് ഈ തിരുവോണത്തിൻ്റെ അന്ന് MG നമ്മുടെ ഡൽഹിയിൽ വെച്ച് ലോഞ്ച് ചെയ്തേക്കുന്നത്. അതായത് അവരുടെ ഏറ്റവും പുതിയ ഹെക്ടർ ടൊമഹാക്ക്. അപ്പോൾ ഇത് 2 പവർ ട്രെയിൻ ഓപ്ഷൻസിൽ നമ്മുടെ ടൊമഹാക്കിനെ MG ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആയിട്ട്, അതായത് ഇൻഡസ്ട്രിയിൽ തന്നെ ഫസ്റ്റ് ടൈമായിട്ട് ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഈ ഒരു പ്രൈസ് റേഞ്ച് എത്രയാണെന്നുള്ളത് ഞാൻ പറയാം, അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ വേരിയൻറ്റും കൂടെ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ PHEV അതായത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ലിറ്ററിൻ്റെ ഒരു ഹൈബ്രിഡ് എഞ്ചിനും അതുപോലെ തന്നെ ഒരു 20 കിലോവാട്ടിൻ്റെ അതായത് ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ടിയാഗോയിലൊക്കെ വരുന്ന അല്ലെങ്കിൽ കോമറ്റിനേക്കാളും വലിയ ഒരു ബാറ്ററി പാക്ക് അവർ ഈ ഒരു ഹൈബ്രിഡ് വേരിയൻറ്റിനടുത്ത് കൊടുത്തിട്ടുണ്ട്, 20 kW. ആ ഒരു പർട്ടിക്കുലർ വേരിയൻറ്റിൽ തന്നെ ഏകദേശം 115 കിലോമീറ്റർ റേഞ്ച് ഈ ഒരു വെഹിക്കിൾ ലോഞ്ച് ചെയ്യും. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഈ ഒരു 1.5 ലിറ്ററിൻ്റെ ഫുൾ ടാങ്കും അതുപോലെ തന്നെ ഈ ഒരു ഇലക്ട്രിക് ചാർജോടെ കമ്പൈൻ ചെയ്താൽ ഏകദേശം 1100 കിലോമീറ്റർ റേഞ്ചാണ് നമ്മുടെ ടൊമഹാക്കിൻ്റെ ഈ കിടക്കുന്ന പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഓഫർ ചെയ്യുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിപ്ലവം സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. നിങ്ങൾ ഇവരുടെ വിൻസറൊക്കെ കഴിഞ്ഞ റീസെൻ്റിൽ എടുത്ത് നോക്കിയാൽ മതി, അത് ചുട്ടപ്പം പോലെയാണ് ആ ഒരു വെഹിക്കിളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ സെല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ സ്റ്റൈൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ PHEVയും ഇലക്ട്രിക്കൽ വെഹിക്കിളും തമ്മിൽ മെയിനായിട്ട് വരുന്നൊരു മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ ഡിസൈൻ വൈസ് ഈ ഒരു ഗ്രില്ലിലാണ് ഈ ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നത്. ബാക്കി രണ്ടും ഡിസൈൻ വൈസ് സിമിലർ ആയിരിക്കും. കംപ്ലീറ്റ്ലി ഒരു ന്യൂജൻ മോഡേൺ സ്റ്റൈൽ തോന്നുന്ന ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ത്രൂ ഔട്ട് ഫ്ലോയിൽ പോകുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ ഈ ടൊമഹാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദാണ്ട് അവിടെ കാണുന്ന പോലെ ആ കാണുന്ന യുദ്ധവിമാനത്തിനെയാണ് ടൊമഹാക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലെയിന് അന്നത്തെ യുദ്ധകാലത്തിൽ ഒരു പുതിയൊരു അഡ്വാൻസ് ടെക്നോളജി ആയിട്ട് വന്ന് യുദ്ധത്തിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തെന്നാണ് പറയുന്നത്. അതായത് അന്നതിന് വളരെയധികം റേഞ്ച് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റിലയബിൾ ആയിരുന്നു, അതുപോലെ തന്നെ വളരെയധികം ഡ്യൂറബിൾ ആയിരുന്നു. ഈ 3 ഫാക്ടേഴ്സ് കൊണ്ടിട്ട് ആ ഒരു 1945-47 കാലഘട്ടങ്ങളിലെ ഒരു ഫേവറേറ്റ് പ്ലെയിൻ ആയിരുന്നു നമ്മുടെ ടൊമഹാക്ക് എന്നാണ് പറയുന്നത്. സോ ദ സിമിലർ വേ MG ഈ ഒരു ഹെക്ടർ ടൊമഹാക്ക് എന്ന് നെയിം ചെയ്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ, അതായത് അവരെ സംബന്ധിച്ചിട്ട് റേഞ്ച് കൊടുക്കുന്നുണ്ട്, ഡ്യൂറബിൾ ആണ്, റിലയബിൾ ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ PHEVനെ കുറിച്ച് പറഞ്ഞു. ഈ കിടക്കുന്നതാണ് അവൻ്റെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം 69.2 kWh ബാറ്ററി പാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ ചാർജിൽ 517 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അതുമാത്രമല്ല നമുക്ക് 90 kW ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഏകദേശം 30-80% വരെ നമുക്ക് ഏതോ 30-35 മിനിറ്റ്സും കൊണ്ട് ഫുൾ ചാർജ് ആവാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ലൈഫ് ടൈം വാറണ്ടി, അതായത് ബാറ്ററിക്കുള്ള ലൈഫ് ടൈം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 2 വെഹിക്കിളിലും. ഓഫ് കോഴ്സ് PHEV ആണെങ്കിലും നമ്മുടെ EV ആണെങ്കിലും ലൈഫ് ടൈമിലേക്കുള്ള ബാറ്ററി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 കൊല്ലത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസ്, 3 കൊല്ലത്തെ വെഹിക്കിൾ വാറണ്ടി, പിന്നെ 3 ഫ്രീ സർവീസും ഇവർ ഓഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് ഏകദേശം 13.49 lakhs കൂടുതൽ 1 കിലോമീറ്റർ ഓടാൻ നമ്മളെ സംബന്ധിച്ചിട്ട് 4.9 rupees-ആണ് 1 കിലോമീറ്ററിന് ബാസ് പ്രൈസിങ് ആയിട്ട് വരുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് ബാസ് ഒന്നും വേണ്ട, എനിക്ക് ബാറ്ററി ഉടനെ തന്നെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 19.49 lakhs-ആണ് ഇതിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ട് കമ്പനി പറഞ്ഞേക്കുന്നത്. അതിനിതൊരു വോത്തായിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 2 കോൺഫിഗറേഷനിൽ അവൈലബിൾ ആണ്. ഒന്നെന്ന് പറയുന്ന 5 സീറ്റർ വേരിയൻറ്റും ഉണ്ട്, രണ്ടെന്ന് പറയുന്ന 7 സീറ്റർ വേരിയൻറ്റും ഉണ്ട്. കംപ്ലീറ്റ്ലി ലൈഫ് ടൈം വാറണ്ടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 90 kWh ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ലൈക്ക് എ ഗുഡ് ഡീൽ എന്നുള്ളത് പറയാൻ പറ്റും. ഇനി അത് വേണ്ട എന്നുണ്ടെങ്കിൽ 19.49 lakhs-ആണ് ബാസ് പ്രൈസ് ഇല്ലാതെ വരുന്നത്. അൺലിമിറ്റഡ് ബാറ്ററി, മറ്റേതാണെങ്കിൽ ബാറ്ററി വാറണ്ടി ഓഫ് കോഴ്സ് കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. പിന്നെ 150 കിലോവാട്ടിൻ്റെ മോട്ടറാണ് വരുന്നത്, 310 Nm ടോർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ 0 to 100 ഏതാണ്ട് 8.2 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ടൊമഹാക്ക്, നമ്മുടെ
ഫൈറ്റർ ജെറ്റ് അച്ചീവ് ചെയ്യുന്നതാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവൻ്റെ ഡിസൈൻ സ്റ്റൈലിൽ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിലത്തെ ഒരു ഗ്രില്ലിൻ്റെ അകത്തൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം സിമിലർ ഡിസൈനാണ്. പിന്നെ വേറൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന 18 ഇഞ്ചിൻ്റെ അലോയ് വീലിൻ്റെ ഡിസൈൻസ് ആണ്. രണ്ട് മോഡലും 18 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അലോയ് വീൽസ് വരുമ്പോൾ ഡിസൈൻ്റെ അകത്ത് ചേഞ്ച് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ PHEVയുടെ പ്രൈസിങ് വരുന്നത് ഏകദേശം 21.79 lakhs അതുപോലെ തന്നെ 1 കിലോമീറ്ററോടെ 3.2 റുപ്പിയാണ് നമുക്ക് അവന് ബാസ് പ്രൈസിങ് ആണെങ്കിൽ വരുന്നത്. ഇനി അതല്ലെങ്കിൽ 25.69 lakhs സ്റ്റാർട്ട് ചെയ്യും. അത് വളരെ നല്ലൊരു ഡീലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഈ ഡീസൽ വെഹിക്കിളൊക്കെ എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ്. പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്. 115 കിലോമീറ്റർ വരെ നമ്മുടെ ഇലക്ട്രിക്കൽ വെഹിക്കിളിൽ റൺ ചെയ്യും. 7 സീറ്റർ ഓപ്ഷൻസ് വരുന്നുണ്ട്. നല്ലൊരു പ്രൈസും നല്ലൊരു ഡീലും അല്ലേ. നമ്മൾ വേറെ വറി ചെയ്യേണ്ട, റേഞ്ച് ആങ്സൈറ്റി എന്ന് പറഞ്ഞൊരു ഇഷ്യൂ വരുന്നില്ല. അതായത് രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു പെർഫെക്റ്റ് സൊല്യൂഷനാണ് ഇപ്പോൾ MG ലോഞ്ച് ചെയ്തേക്കുന്ന ഈ ഒരു വിപ്ലവം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞ പോലെ 18 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വരുന്നത്. 2 എണ്ണം വരുമ്പം അതനുസരിച്ചുള്ള ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൊമഹാക്കിൻ്റെ ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ഇവിടെ ഓഫ് കോഴ്സ് ഞാൻ പറയുന്നതിനിടയ്ക്ക് ഒരു കാര്യം വിട്ട് പറയാൻ മറന്നു. ഹെക്ടർ എന്നാണ് അവർ വിളിക്കുന്നത് കേട്ടോ. ഹെക്ടർ ടൊമഹാക്ക് EV എന്നായിരിക്കും. മോസ്റ്റ് പ്രോബ്ലി പഴയ ഹെക്ടർ നിർത്തില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതിനെ അവർ അങ്ങനെ ആയിരിക്കും വിളിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി കാണുന്ന പോലെ ഒരു കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് ഡിസൈൻ അല്ല പോയിരിക്കുന്നത്. 2 സെപ്പറേറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ദാണ്ട ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 3 കളർ ഷെയ്ഡാണ്. ഓഫ് കോഴ്സ് ഇലക്ട്രോണിക്കലി ഓപ്പൺ അപ്പ് ആവുന്ന ഒരു ബൂട്ട് സ്പേസ് ആണ് ഇവന് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് എ 7 സീറ്റർ വേരിയൻറ്റ്. അതായത് 7 സീറ്റുള്ള വേരിയൻ്റ് ആണ് ഈ കിടക്കുന്ന മോഡൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു സീറ്റ്സിനെ നമുക്ക് റിക്ലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ റിക്ലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 605 സംതിങ് അല്ല 500 സംതിങ് എത്രയാണെന്നെങ്കിൽ ഇപ്പോൾ എഴുതി കാണിക്കും. അത്രയും ബൂട്ട് സ്പേസ് ഇതിന് വരുന്നുണ്ട്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ പോലും കണ്ട് അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉള്ളൊരു കോൺസെപ്റ്റാണ്. ഇതിന് ഇത്രയും ബൂട്ട് സ്പേസ്, ഇതിന് ഇത്രയും സ്പേസ് വരുന്നതിൻ്റെ റീസൺ ഇപ്പോൾ നിങ്ങളത് മടക്കി ഇപ്പോൾ കണ്ടോന്ന് എനിക്കറിയില്ല. അതായത് ഇതിൻ്റെ ബാക്ക് സീറ്റ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാക്ക് സീറ്റാണ്. ഇതിൻ്റെ ബാക്ക് സീറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും സ്പേഷ്യസ് ഉള്ളൊരു വെഹിക്കിളാണ് നമ്മുടെ ഈ കിടക്കുന്ന ടൊമഹാക്ക് എന്ന് പറയുന്നത്. അകത്താണെങ്കിൽ ഏറ്റവും സ്പേഷ്യസ് ആണ് സെഗ്മെൻറ്റിൽ. അത് ഞാൻ അകത്ത് കയറിയിട്ടുള്ള റിവ്യൂവിൻ്റെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 7 സീറ്റർ വേരിയൻറ്റ് സീം സോ ഗുഡ്. ഇന്ന് ഭയങ്കര തിരക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓടിച്ചു വിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവൻ്റെ ഇൻറ്റീരിയൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമുക്ക് ഇവൻ്റെ ഡ്രൈവിംഗ് സീറ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വെഹിക്കിളിൻ്റെ അകത്ത് കയറിയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഒരു ഫീലിംഗ് എന്താണെന്ന് പറഞ്ഞാൽ വളരെയധികം ആ ഒരു സ്പേഷ്യസ്നെസ്, സെഗ്മെൻറ്റിലെ ഏറ്റവും സ്പേഷ്യസ് വെഹിക്കിളാണെന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഞാൻ വളരെയധികം സൈസ് വെച്ചിട്ടുണ്ട് ഇപ്പം, എന്നാൽ പോലും എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് എന്നെ ഇങ്ങനെ തണ്ട്. നിങ്ങൾ ഈ സീറ്റ്സിൻ്റെ ഒരു സൈസ് നോക്കി, എത്രമാത്രം വലിയൊരു സീറ്റ്സാണ് തണ്ടുവിനെ വന്നിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് കയറിയിരിക്കും കിട്ടുന്നൊരു ഫീലിംഗ് എന്ന് പറയുന്നത്. സ്റ്റിയറിംഗ് വീല് നമ്മുടെ തണ്ട വിൻസർ ഈ വീല് നമ്മൾ കണ്ട അല്ലെങ്കിൽ നമ്മൾ കണ്ട് ശീലിച്ച അവരുടെ ഒരു പുതിയൊരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. പിന്നെ ഇതൊരു ടാനിഷ് കളറാണ്, അല്ലെങ്കിൽ ഒരു കോഫി കളർ നമുക്ക് പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നത് പ്ലഗ് ഇൻ ഹൈബ്രിഡിന് ഈ ഒരു കളറും നമ്മുടെ EVക്ക് ആ ഒരു ഡെസേർട്ട് കളറുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അന്നും മറ്റേ നമ്മുടെ ഹെക്ടർ ഇറങ്ങിയ സമയത്ത് സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയൊരു TV തന്നെ നമുക്ക് വിളിക്കാൻ പറ്റും, ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നു എന്ന് പറഞ്ഞ പോലെ ഇന്നും സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. 39.62 ആണ് ഇവന് വരുന്നത്. 256 മുകളിൽ കളറുള്ള ഒരു ആംബിയൻ ലൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഡോർ പാഡൊക്കെ ആണെങ്കിലും നമ്മൾ ഡോർ തുറന്നപ്പോൾ തന്നെ എന്നെ സീറ്റ് താണ്ട് കുറച്ചുകൂടെ പുറകോട്ട് റിക്ലൈൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഡോർ പാർട്സ് ഒക്കെ ആണെങ്കിലും വളരെയധികം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. വലിയൊരു ഡോറാണ്. MGയുടെ ഒരു ഡിസൈൻസിൽ ഞാൻ ശ്രദ്ധിച്ചുള്ളൊരു കേസാണ്. വളരെ വലിപ്പമുള്ളൊരു ഡോറാണ്. നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ വളരെയധികം കൺവീനിയൻ്റ് ആണ്. ഇൻഫിനിറ്റിയുടെ ഒരു 10 സ്പീക്കറിൻ്റെ ഒരു സ്പീക്കർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ നോക്കുമ്പോൾ AC കൺട്രോൾസിന് താണ്ടൊരു ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ലൈക്ക് എ ഗുഡ് തിങ്. AC വെൻസ് ഒക്കെ ആണെങ്കിലും നല്ല പ്രീമിയം തരുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. നമ്മൾ സ്വിച്ചസിലൊക്കെ പിടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്. ഇവിടെ 2 ഹോൾഡർ ഉണ്ട്. അതിലൊന്ന് താണ്ട വയർലെസ് ചാർജറിനുള്ളതാണ്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ശരിക്കും ഭയങ്കര രസമുണ്ട്. ഇവിടെ ഇപ്പോൾ പുതിയൊരു സ്റ്റൈൽ കാണുന്ന പോലെ നമ്മൾ ആ MGയുടെ പുതിയ ഏത് വെഹിക്കിളാണ് നമ്മുടെ M9 കണ്ടെന്ന് പറഞ്ഞാൽ വിൻസറിലൊക്കെ കണ്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഗിയർ സെലക്ടറും ഡ്രൈവും ഒക്കെ ഇതിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ PHEVയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്മിഷനാണ്. സോ ദാറ്റ് വിൽ സെലക്ട് ഏത് സമയത്താണ് പോകേണ്ടതെന്നുള്ളത്. ഇതിൻ്റെ ഒരു നമ്പേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 0-100 ഏതാണ്ട് 9 സെക്കൻഡ് കൊണ്ട് അച്ചീവ് ചെയ്യും. അത് മാത്രമല്ല ചില സമയത്ത് രണ്ടും നമ്മൾ ഫുള്ള് പെഡൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മോട്ടറും വർക്ക് ചെയ്യും. അത് മോട്ടറും പവർ ചെയ്യും, അതുപോലെ തന്നെ എഞ്ചിനും ടയർ കറങ്ങാൻ വേണ്ടി പവർ ചെയ്യും. അല്ലാത്ത സമയങ്ങളിൽ മോസ്റ്റ് പ്രോബ്ലി ആ എഞ്ചിൻ യൂസ് ചെയ്യുന്നത് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ബാറ്ററി വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമാണ്. പക്ഷേ നമ്മളതിനെക്കുറിച്ച് വറീഡ് ആവേണ്ട. ഇറ്റ്സ് എ പ്രൂവൺ ടെക്നോളജി. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമ്മുടെ PHEV റൺ ചെയ്യുന്നത്. നമ്മൾ വീട്ടിലും കുത്തിയിടണം. അതല്ലാത്ത സമയത്ത് ഓടുന്ന സമയത്ത് അവൻ കുറച്ചൊക്കെ ചാർജ് ചെയ്യാനുള്ളൊരു പ്രൊവിഷനും വരുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലൈക്ക് ഐ എം റിയലി എക്സൈറ്റഡ്. മോസ്റ്റ് പ്രോബ്ലി കേരളത്തിൽ വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ മീഡിയ ഡ്രൈവ് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നമുക്കൊന്ന് തകർക്കാം. ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ദ മീഡിയ ഡ്രൈവ് ഓഫ് ദിസ് വെഹിക്കിൾ. കാരണം ഒരു പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇവിടെ ദാണ്ട് ഒരു ടച്ച് ഫിനിഷ് അല്ലെങ്കിൽ ഒരു ലെതർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇത് 25 lakh സംതിങ് ആണ് ഇവൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ഏറ്റവും ടോപ്പ് തന്നെ 27 സംതിങ്. ആ പ്രൈസിൻ്റെ സ്ലൈഡ് പകൽ ഇവിടെ കാണിച്ചു തരും. അതിന് ശരിക്കും വോത്താണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും.
ഒരു പക്ക ഒരു പ്രീമിയം വെഹിക്കിൾ ആൻഡ് ഓൾസോ ഗുഡ് ടെക്നോളജി. വലിയ പാനറോമിക് ആയിട്ടുള്ള സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും സീറ്റിൽ ഇരിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇരിപ്പ് തന്നെയാണ് അതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത്. നമുക്ക് ഞാനിവിടെ ആൾക്കാർ വെയിറ്റിംഗ് ആണ്, ഞാൻ നിങ്ങളുടെ ബാക്ക് സീറ്റും കൂടെ ഇരുന്ന് അങ്ങോട്ട് ഒരു ഫിനിഷ് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ബാക്ക് റോ സ്പേസ് എന്ന് പറയുന്നത്, ഞാൻ ശരിക്കും ഇതിൽ ട്രാവലൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ആ ഒരു സ്പേഷ്യസ്നെസ്സും ആ ഒരു സീറ്റ്സിൻ്റെ ഒരു കൺവീനിയൻസും കംഫർട്ടും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും നമ്മൾ ഇരിക്കുന്ന മൊമെൻറ്റിൽ തന്നെ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ്സിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റ്സിൻ്റെ മുകളിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫാനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യേണ്ട ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ചാർജറിൻ്റെ സോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. തേർഡ് റോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ സ്ലൈഡും കാര്യങ്ങളൊക്കെ അതിൽ കാണിച്ചു തരും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള തേർഡ് റോയും കൂടെയാണ്. യൂസ്ഫുൾ ആണ് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഓൾസോ ഇത് ശരിക്കും ഒരു SUV ക്യാരക്ടറിസ്റ്റിക്സ് ത്രൂ ഔട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു വെഹിക്കിളിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ നല്ല ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു ഫീല് ത്രൂ ഔട്ട് കിട്ടുന്നുണ്ട്. പുറമെ എക്സ്റ്റീരിയർ ഡിസൈനിൽ അത്ര ഫീൽ ചെയ്യുന്നില്ലെങ്കിലും, അത്ര ഒരു സ്റ്റാൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അകത്ത് കയറുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാൻസ് ഭയങ്കരമായിട്ട് ഫീൽ. ഇത് സെയിൽസ് നല്ല രീതിയിൽ വരാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പുറത്തിറങ്ങിയിട്ട് ബാക്കി പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത്. റോഡ് താണ്ട് ഒരു ഡെസേർട്ടി ടാൻ ഫിനിഷ് എന്നാണ് അവരതിനെ വിളിക്കുന്നത്. ബാക്ക് സീറ്റ് ആണെങ്കിലും ഇത് ഇപ്പോൾ പുള്ളി പറയുന്ന പോലെ നമുക്ക് 60/40 റിക്ലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ്, നമുക്ക് മീഡിയ ഡ്രൈവ് ഉടനെ നമുക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അത് നമുക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇത്രയും പുള്ളി കിടന്നിട്ട് പോലും അവിടെ എത്രമാത്രം സ്പേഷ്യസ് ആണ് അതെന്നുള്ളത് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ EVയുടെ ആ ഒരു ഡ്രൈവ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കാണുന്ന പോലെ വളരെയധികം തൻ്റെ സ്പേസ് ഓൾറെഡി തണ്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ MGക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കോൺസെപ്റ്റോടെ കൊടുത്തിട്ട് ഇവിടെ ഒരു കുറച്ചുകൂടെ സ്റ്റോറേജ് സ്പേസ് കൊടുക്കാമായിരുന്നു. ബാക്കിൽ ഒത്തിരി ഉള്ളതുകൊണ്ടായിരിക്കും അവർ വയ്ക്കാത്തത്. പക്ഷേ ദാറ്റ്സ് എ മിസ്സിംഗ് തിങ് ദാറ്റ് ഐ ഫൗണ്ട്. ഇവിടെ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ സ്റ്റോറേജ് പ്രൊവിഷൻ ആക്കാമായിരുന്നു. താഴെ താണ്ട മോട്ടർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എങ്ങനെ ചെളി വന്നെന്ന് എനിക്കറിയത്തില്ല. താണ്ട നിങ്ങൾ നോക്കി വന്നിട്ടെങ്കിൽ ഇപ്പോൾ തന്നെ കുറച്ച് ചെളി വന്നിട്ടുണ്ട്. അത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് പോകുന്ന സമയത്ത് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു യൂണിറ്റ് വരുന്നത്. എന്ത് കോംപ്ലക്സ്, പണ്ടത്തെ കോംപ്ലക്സിറ്റിയൊക്കെ മാറി വളരെയധികം ടെക്നോളജി എഫിഷ്യൻ്റ് ആയെന്നുള്ളത് വെൻ വി ആർ സീയിങ് ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ ബേ വരുന്നത്. നമുക്കിനി ഇവിടുന്ന് മാറിയിട്ട് ഇതിൻ്റെ കൺക്ലൂഷൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ MG എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എപ്പോഴും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒത്തിരിയധികം വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ടൊമഹാക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നെയിം അവർ എടുത്തത് പോലും ആ ഒരു റിലയബിലിറ്റി, റേഞ്ച്, ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിട്ട് എന്നും പേടിയുള്ളൊരു സാധനമാണ് നമ്മുടെ റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ആ ഒരു PHEV വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഫിറ്റ്സ് ദ പ്രോപ്പർ മാർക്കറ്റ്. അതായത് ആൾക്കാരെ സംബന്ധിച്ചിട്ട് നമുക്ക് പെട്രോൾ ഒഴിച്ച് ഓടാനുള്ള ഒരു പ്രൊവിഷനും ഉണ്ട്. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് 115 കിലോമീറ്റർ വരെ നമ്മൾ ആ ഒരു ബാറ്ററിയിൽ തന്നെ നമുക്ക് റൺ ചെയ്യാം. ഏകദേശം 20 kWh ബാറ്ററിയാണ് നമ്മുടെ PHEV വേരിയൻറ്റിനകത്ത് വരുന്നത്. അത് മാത്രമല്ല ഒരു 1.5 ലിറ്ററിൻ്റെ ഒരു എഞ്ചിൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു 1.5 ലിറ്ററിൻ്റെ ഒരു എഞ്ചിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, അത് പഴയൊരു ഹൈബ്രിഡ് എഞ്ചിൻ എടുത്ത് വെച്ചിരിക്കുന്നതല്ല. ഈ ഒരു ടെക്നോളജിക്ക് വേണ്ടിയിട്ട്, ഹൈബ്രിഡ് ടെക്നോളജിക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണ് ആ ഒരു 1.5 ലിറ്ററിൻ്റെ അകത്ത് വരുന്നത്. അത് മാത്രമല്ല ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് സോ സ്മൂത്ത്, വളരെ സ്മൂത്തായിട്ട്, സീരിയസ് ആയിട്ട്, പാരലായിട്ട്, ടെക്നിക്കൽ ടേംസിൽ പറഞ്ഞാൽ സീരിയസ് ആയിട്ട് റൺ ചെയ്യും, പാരലായിട്ട് റൺ ചെയ്യും, എഞ്ചിനുള്ളിൽ റൺ ചെയ്യും, അല്ലെങ്കിൽ മോട്ടറുള്ളിൽ റൺ ചെയ്യും. പക്ഷേ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് മോട്ടറുള്ളിൽ അല്ലെങ്കിൽ EV മോഡിൽ ഏകദേശം 115 കിലോമീറ്റർ റേഞ്ച് കിട്ടും. ഇനി അത് മാത്രമല്ല നമ്മുടെ മൊത്തത്തിൽ ഏകദേശം 25-30 കിലോമീറ്റർ അടുത്തൊക്കെ റേഞ്ച് കിട്ടും. ദാറ്റ്സ് ലൈക്ക് എ റിയലി ഗുഡ് തിങ് എന്ന് പറയാം. അതിൻ്റെ പ്രൈസിംഗ് ആണെങ്കിൽ ഇറ്റ്സ് വെൽ കെപ്റ്റ്. 21 പോയിന്റ് സംതിങ് പ്ലസ് ബാസ് പ്രൈസ് വരുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ 25 lakhs നമുക്ക് ഫുള്ള് അവനെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ EV വേണ്ടവരെ സംബന്ധിച്ചിട്ട് ഇലക്ട്രിക്കൽ വെഹിക്കിളും ഉണ്ട്. അതൊരു പ്രോപ്പർ 7 സീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അതും 13.49 lakhs ബാസ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ 19 പോയിന്റ് സംതിങ് കൊടുത്താൽ നമുക്ക് ബാസ് ഒന്നും വേണ്ട, ബാറ്ററി ഞാൻ മേടിക്കുക എന്ന് പറഞ്ഞ് അതും മേടിക്കാനുള്ളൊരു പ്രൊവിഷൻ അവൻ ചെയ്തു തരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ശരിക്കും ഇവർ പറഞ്ഞൊരു കണക്ക് പ്രകാരം 2035 ഏകദേശം 75% ഈ പറയുന്ന ന്യൂ എനർജി വെഹിക്കിൾസ് ആയിരിക്കും. അപ്പോൾ അതിലേക്കുള്ളൊരു വലിയൊരു ചുവടുവെപ്പാണ് MG നടത്തിയിരിക്കുന്നത്. ദിസ് ഈസ് ഗോയിങ് ടു ബി എ റെവല്യൂഷൻ തന്നെ പറയാൻ പറ്റും, ആസ് ദേ യൂഷ്വലി ഡു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഐ എം റിയലി എക്സൈറ്റഡ് ലുക്കിംഗ് ഫോർ ദ ടെസ്റ്റ് ഡ്രൈവ്. ഈ ടെസ്റ്റ് ഡ്രൈവ് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോം. ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ഗോണ റിയാക്ട്, ആക്സലറേഷൻ, അതുപോലെ മറ്റേ റീജിയൻ എങ്ങനെ വർക്ക് ചെയ്യും, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പം ദിസ് ഈസ് യുവർ ദീപക് രാജൻ. ഈ പറഞ്ഞ പോലെ ഓണം അറ്റയറാണ്, നിങ്ങൾക്ക് ഈ അറ്റയർ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വൺസ് അഗൈൻ ദിസ് ഈസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ ഡ്രൈവ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.